മേലും കീഴും നോക്കാത്ത സൈനിക നടപടികളുമായി ഇറാനെ തകർത്ത് തരിപ്പണമാക്കിയ ഇസ്രായേലിന്റെ റൈസിംഗ് ലയൺ ഓപ്പറേഷൻ ശക്തമായതോടെ ഇറാൻ എന്ന രാഷ്ട്രം മുക്കാലും മുടിഞ്ഞ് ചരമഗതിയിൽ എത്തിയിരുന്നു. എന്നാൽ അതിന് പിന്നാലെ തികച്ചും അപ്രതീക്ഷിതമായ ആക്രമണം അഴിച്ചുവിട്ട അമേരിക്ക ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഈറ്റില്ലമായ ഇറാന്റെ പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങളെ കത്തിച്ച് ചാമ്പലാക്കുകയായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ ഇറാനിലേക്ക് ഇരച്ചെത്തിയ അമേരിക്കയുടെ സൈനിക വിമാനങ്ങൾ ഇറാനിയൻ പടയ്ക്ക് ഒന്ന് ചലിക്കാൻ സമയം കൊടുക്കുന്നതിന് മുൻപ് അവരുടെ ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങൾ തകർത്ത് ധൂളിയാക്കി അന്തരീക്ഷത്തിലേക്ക് പറത്തി. അമേരിക്കയുടെ സൈനിക നടപടികളെക്കുറിച്ച് ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട ട്രംപ്, ഇറാനിലെ ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നിവയുൾപ്പെടെ 3 ആണവ കേന്ദ്രങ്ങളിലും തങ്ങൾ വളരെ വിജയകരമായി ആക്രമണം പൂർത്തിയാക്കിയെന്നും ഇപ്പോൾ തങ്ങളുടെ എല്ലാ വിമാനങ്ങളും ഇറാന്റെ വ്യോമാതിർത്തിക്ക് പുറത്തെത്തിയെന്നും പ്രാഥമിക കേന്ദ്രമായ ഫോർഡോയിൽ ബോംബുകളുടെ ഒരു സമ്പൂർണ്ണമായ പെലോഡ് തന്നെ അയച്ചുവെന്നും ദൗത്യം പൂർത്തിയാക്കിയ എല്ലാ വിമാനങ്ങളും സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങുകയാണെന്നും ഇത് ചെയ്യാൻ കഴിയുന്ന സൈന്യം അമേരിക്കയിലല്ലാതെ ലോകത്തൊരിടത്തുമില്ലെന്നും ഇനിയുള്ളത് സമാധാനത്തിനുള്ള സമയമാണെന്നും വ്യക്തമാക്കിയതോടെയാണ് ഇറാന്റെ തകർച്ച പൂർണ്ണമാക്കിയ അമേരിക്കൻ ആക്രമണത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ലോകം അറിഞ്ഞത്. മുൻപ് അധികാരത്തിലിരുന്ന ഘട്ടത്തിലും ഇറാന്റെ ആണവ നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ നീക്കങ്ങൾ നടത്തിയ ട്രംപ് ഇക്കുറി വീണ്ടും പ്രസിഡന്റായപ്പോൾ അണ്വായുധ നീക്കങ്ങളിൽ നിന്നും പിന്മാറണമെന്നും കരാറിൽ ഒപ്പുവെക്കണമെന്നും ശക്തമായി തന്നെ ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അതിനുവേണ്ടി 6 ഘട്ട ചർച്ചകൾ നടത്തിയിട്ടും അനുരഞ്ജനത്തിന് വഴി തേടാതെ ഉപായത്തിൽ മുന്നോട്ടുപോയ ഇറാനെ കൃത്യമായ ആക്രമണത്തിലൂടെ ഇസ്രായേലും ഇപ്പോൾ അമേരിക്കയും നിലംപരിശാക്കിയിരിക്കുകയാണ്. ഇറാനിലെ ജനങ്ങളല്ല തങ്ങളുടെ ലക്ഷ്യമെന്നും മറിച്ച് ഭീകര മതനേതൃത്വം കൂട്ടിവച്ചിരിക്കുന്ന ആണവായുധങ്ങൾ മാത്രമാണെന്നും ആവർത്തിച്ച് വ്യക്തമാക്കിയ ഇസ്രായേലും അമേരിക്കയും ആണവ നിരായുധീകരണത്തിനായി ഇറാന് കൊടുത്ത സമയം പൂർണ്ണമായി അവസാനിച്ചതിനു ശേഷമായിരുന്നു ഈ ആക്രമണങ്ങൾ എല്ലാം. ഇറാന്റെ എല്ലാ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ചും മൊസാദിന്റെ കഴുകൻ കണ്ണുകൾക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഒന്നുപോലും വിടാതെ ഇസ്രായേൽ സേന ആക്രമിച്ച് തകർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവയെ പൂർണ്ണമായി തകർക്കുവാൻ കഴിഞ്ഞില്ല. ആ സാഹചര്യത്തിൽ അമേരിക്ക രംഗത്തിറങ്ങുകയും കഴുകനെപ്പോലെ ഇറാന്റെ പോർമുഖത്തേക്ക് ചിറകുവീശി പറന്നെത്തിയ B-2 സ്റ്റെൽത്ത് ബോംബ് വാഹിനി വിമാനത്തിൽ നിന്ന് വിക്ഷേപിച്ച് ഒരു സമ്പൂർണ്ണ ലോഡ് മാരകശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ ആക്രമണങ്ങളോടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ നാശം ഏറെക്കുറെ പൂർണ്ണമായിരിക്കുകയുമാണ്. തലേരാത്രിയിൽ തന്നെ അമേരിക്കയുടെ B-2 സ്റ്റെൽത്ത് ബോംബ് വാഹിനി വിമാനങ്ങൾ പ്രത്യേക ലക്ഷ്യത്തിനായി മിസൂറി വിമാനത്താവളത്തിൽ നിന്ന് നീങ്ങുന്നുവെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നതാണ്. അതുകൊണ്ടുതന്നെ ഈ ആക്രമണം രഹസ്യമായിരുന്നില്ല എന്നതായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ ഇസ്രായേലിന്റെ കനത്ത പ്രഹരമേറ്റ് നിലത്ത് വീണ് കിടക്കുന്ന ഇറാന് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനല്ലാതെ മറ്റൊന്നിനും കഴിഞ്ഞിരുന്നില്ല. ഫോർദോയിലെ വലിയ ഒരു മലയുടെ അടിയിൽ ഏറെക്കുറെ 250 അടി ആഴത്തിലുണ്ടായിരുന്ന ഫോർദോ ആണവ കേന്ദ്രത്തെ ഇസ്രായേലിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അവിടെയാണ് അമേരിക്ക തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കിയത്. നട്ടെല്ല് തകർന്ന് നിലത്ത് കിടക്കുമ്പോഴും ദുരഭിമാനം വിട്ടൊരു കളിയില്ല എന്നുറപ്പിച്ചുകൊണ്ട് ഫോർദോ ആണവ കേന്ദ്രത്തിനിട്ട് ഒന്നും ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് ഇറാൻ രംഗത്തെത്തിയിരുന്നു. അങ്ങാടിയിൽ തോറ്റതിന് ഇസ്രായേലിന്റെയും ലോകത്തിലെ സകല രാജ്യങ്ങളുടെയും നെഞ്ചത്തേക്ക് എന്ന മട്ടിൽ ഇസ്രായേലിനെ വീണ്ടും ആക്രമിച്ചും ഹോർമുസ് കടലിടുക്ക് അടച്ചും ഇറാൻ കൂടുതൽ പ്രകോപനങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇസ്രായേലിനെയും അമേരിക്കയും എങ്ങനെ ഇനി കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് റഷ്യയുമായും മറ്റ് സഖ്യരാജ്യങ്ങളുമായും ഇറാൻ തകൃതിയായി ഇപ്പോൾ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അമേരിക്ക ആണവ കേന്ദ്രങ്ങളെ തകർത്ത് സമാധാനത്തിന്റെ വഴിയിലേക്ക് മടങ്ങിവരാൻ ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ തങ്ങളുടെ തന്നെ സമ്പൂർണ്ണ നാശം വരെയും കാണാതെ പിന്മാറില്ലെന്ന് ഉറച്ചിരിക്കുകയാണ് ഖമേനിയും കൂട്ടരും.